മഹാലക്ഷ്മി സീരിയലിൻ്റെ പുതിയൊരു എപ്പിസോഡിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ മോഹിനിയുടെ ഫോണാണെങ്കിൽ ബെല്ലടിക്കുന്നത് കേട്ട അത് പ്രതാപൻ എടുക്കുമ്പോഴേക്കും ലക്ഷ്മി ആയിരിക്കും ആ ഫോണിലോട്ട് വിളിക്കുന്നത്. ഫോൺ ബെല്ലടി കേട്ട് അങ്ങോട്ട് വരുന്ന മോഹിനിയോടായിട്ട് പ്രതാപൻ പറയുന്നുണ്ട്, നിൻ്റെ മോളാണ് ഫോൺ വിളിക്കുന്നതെന്ന് പറയുമ്പോൾ മോഹിനിയാണെങ്കിൽ വളരെ സന്തോഷത്തോടുകൂടി തന്നെ ഫോൺ എടുക്കുകയാണ്. അങ്ങനെ മഹി പറയുന്നുണ്ട്, അമ്മയ്ക്ക് നൂലുകെട്ടിൻ്റെ എല്ലാ വീഡിയോസും ഫോട്ടോസും എല്ലാം അയച്ചിട്ടുണ്ട്, അത് അമ്മ കണ്ടു നോക്കാനെല്ലാം പറഞ്ഞുകൊണ്ട് ഫോൺ കട്ട് ചെയ്യുന്നു. പിന്നീട് ആ ഫോട്ടോസ് എല്ലാം തന്നെ മുത്തശ്ശിയെയും പ്രതാപനെയും കാണിച്ചു കൊടുക്കുന്നു. അങ്ങനെ അവരാണെങ്കിൽ വളരെ ദേഷ്യത്തോടു കൂടി തന്നെ ആ ഫോട്ടോസ് എല്ലാം നോക്കുന്നുണ്ട്. എന്നിട്ട് മുത്തശ്ശിയും പ്രതാപനും പറയുന്നുണ്ട്, കണ്ണൻ്റെ യാതൊരു ഛായയുമില്ല, ആ സാഗറിൻ്റെയോ അനന്തുവിൻ്റെയോ ആ മാർക്കോനെയൊക്കെ പോലെ തന്നെയായി ഇരിക്കുന്നതെന്നല്ല രണ്ടുപേരും കൂടെ മോഹിനിയോടായിട്ട് പറയുന്നു. അപ്പോൾ മോഹിനി പറയുന്നുണ്ട്, ഇനി എങ്ങനെ ഇരുന്നാലും കുഴപ്പമില്ല, കുഞ്ഞ് നല്ല മിടുക്കിയായിട്ട് തന്നെ ഇരിക്കുകയാണെന്നെല്ലാം പറയുമ്പോഴേക്കും മുത്തശ്ശി പറയുന്നുണ്ട്, കുഞ്ഞ് നന്നായിട്ട് തന്നെയാണ് ഓടി ഇരിക്കുന്നതെന്ന് ചോദിക്കുന്ന സമയത്ത് മോഹിനി പറയുന്നുണ്ട്, എന്താ കുഞ്ഞിന് എന്തെങ്കിലും സംഭവിക്കുമെന്നാണ് നിങ്ങൾ വിചാരിച്ചിരിക്കുന്നതെന്നെല്ലാം ചോദിക്കുന്നത് കേട്ട് മുത്തശ്ശി ഒന്ന് പതറുന്നുണ്ട്. കുഞ്ഞിന് നീലാംബരി എന്നാണ് പേരിട്ടിരിക്കുന്നതെന്ന് മോഹിനി പറയുന്നത് കേൾക്കുമ്പോഴേക്കും അവർ രണ്ടുപേരും കൂടെ മോഹിനിയെ കളിയാക്കിക്കൊണ്ട് ചിരിക്കുന്നു. എന്നിട്ട് പറയുന്ന അത് നീലാംബരിക്ക് പകരം നീലാകാശം എന്ന് തന്നെ ഇടാൻ പാടില്ലായിരുന്നോ എന്നെല്ലാം പറഞ്ഞുകൊണ്ട് മുത്തശ്ശിയും പ്രതാപനുമാണെങ്കിൽ മോഹിനിയെ നല്ല രീതിക്ക് തന്നെ കളിയാക്കുന്നു. അതേസമയം അങ്ങോട്ട് വരുന്ന കരുണയെ കാണുമ്പോഴേക്കും മോഹിനി പറയുന്നുണ്ട്, മോളെ ഞാൻ കാത്തിരിക്കുകയായിരുന്നു, മോൾക്ക് കുറച്ച് പലഹാരങ്ങളെല്ലാം തന്നെ ഞാൻ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടെന്ന് പറയുമ്പോൾ മുത്തശ്ശി പറയുന്നുണ്ട്, നിൻ്റെ പലഹാരങ്ങളൊന്നും വേണ്ട, ഞാൻ എൻ്റെ കുഞ്ഞിന് വേണ്ടി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, അത് തിന്നാൽ മതി മോളെ എന്നെല്ലാം പറയുന്നുണ്ട്. അതേസമയം കരുണ പറയുന്നുണ്ട്, ഞാൻ ആരുടെ പലഹാരം തിന്നാൻ വന്നതല്ല, എൻ്റെ അമ്മായിയമ്മയാണെങ്കിൽ എന്നോടിപ്പോൾ പെരുമാറുന്നത് കണ്ടിട്ട് എനിക്ക് ആകെ ശ്വാസം മുട്ടി ഞാൻ ഇങ്ങോട്ട് വന്നതാണെന്നെല്ലാം കരുണ പറയുന്നത് കേട്ട് മോഹിനി പറയുന്നുണ്ട്, മോളെ നൂലുകെട്ടിൻ്റെ വീഡിയോസൊന്നും കണ്ടില്ലല്ലോ, ദേ കണ്ടു നോക്കുന്നു പറഞ്ഞുകൊണ്ട് കയ്യിലോട്ട് കൊടുക്കുന്നു. അതെല്ലാം വളരെ ദേഷ്യത്തോടു കൂടി നോക്കിക്കൊണ്ട് നിൽക്കുകയാണ് നമ്മുടെ കരുണ. മോൾ ഒരിക്കലും അച്ഛനെയും മുത്തശ്ശിയും പോലെ ആകരുതെന്നും കണ്ണനെയും മഹാലക്ഷ്മിയെ നല്ല രീതിക്ക് തന്നെ സ്നേഹിക്കണമെന്നെല്ലാം പറഞ്ഞു കൊടുക്കുന്നു. ഇത് കേൾക്കുന്ന മുത്തശ്ശിക്കും പ്രതാപനുമാണെങ്കിൽ ആകെ ദേഷ്യം വരുന്നുണ്ട്. അവളൊരു ഉപദേശിക്കുന്നു, വാ മോളെ എന്നും വിളിച്ചുകൊണ്ട് രണ്ടുപേരും കൂടെ കരുണയെ അകത്തോട്ട് വിളിച്ചുകൊണ്ട് പോകുന്നു. കരുണ പറയുന്നുണ്ട്, എന്തിനാണ് അച്ഛ എന്നെ ഇങ്ങനെ പറ്റിക്കുന്നത്, എന്തോരം പ്രാവശ്യം അച്ഛൻ എന്നെ ഇപ്പോൾ പറ്റിച്ചു കഴിഞ്ഞു എന്ന് പറയുമ്പോൾ മോളെ ഞാൻ എന്ത് ചെയ്യാനാണ്, ഞാൻ ചെയ്യാനുള്ളതെല്ലാം ചെയ്തു, പക്ഷേ അതൊന്നും അവിടെ നടപ്പായില്ല. ആ ഭസ്മം തേച്ച് കഴിഞ്ഞതിന് ശേഷം ഞങ്ങളെല്ലാവരും തന്നെ ഇവിടെ ചൊറിഞ്ഞുകൊണ്ട് തന്നെ ഇരിക്കുകയാണ്, ആ ചൊറിച്ചിൽ ഇപ്പോഴും മാറിയിട്ടില്ല എന്നെല്ലാം പറയുന്നു. അച്ഛൻ ജയിലിലോട്ട് പോകുന്നതിന് മുമ്പേ മോൾക്ക് നല്ലൊരു സന്തോഷമുള്ളൊരു വാർത്ത തന്നിട്ടേ പോവുള്ളൂ, അത് ഓണത്തിന് മുമ്പ് ഞാൻ നടത്തി തരുമെന്നെല്ലാം പ്രതാപനാണെങ്കിൽ പറയുന്നുണ്ട് കരുണയോട്. അതിന് മുമ്പ് മോളുടെ അമ്മയെ സ്നേഹിക്കുന്നതായിട്ട് മോളൊന്ന് അഭിനയിക്കെ, പിന്നീട് കമലേശ്വരത്തോട്ട് പോകുന്ന വഴിക്ക് അനന്തുവിൻ്റെ വീട്ടിൽ കയറി കുഞ്ഞിനെയും ഒന്ന് കാണുമെന്ന് പറയുമ്പോഴേക്കും കരുണ ആദ്യം ഒന്നും മടിച്ചെങ്കിലും പിന്നീട് അതിന് സമ്മതിക്കുകയാണ്. അനന്തുവിൻ്റെ വീട്ടിലെത്തി കുഞ്ഞിനെ കാണുന്നുണ്ട് കരുണ. എന്നിട്ട് കുഞ്ഞിനെ കൈകളിലോട്ട് എടുക്കാനായിട്ട് ശ്രമിക്കുമ്പോഴേക്കും ലേഖ വന്നിട്ട് പറയുന്നുണ്ട്, കുഞ്ഞിനെ നീ എടുക്കണ്ട എന്ന് പറഞ്ഞുകൊണ്ട് ദേഷ്യപ്പെടുന്നുണ്ട്. ഇത് കേൾക്കുമ്പോഴേക്കും ആകെ വിഷമിച്ച് തന്നെ നിൽക്കുകയാണ് കരുണ. അപ്പോഴേക്കും മഹിയോട് പറയുന്നുണ്ട്, കുഞ്ഞിനെ എടുത്തിട്ട് അവൾ നിൻ്റെ കുഞ്ഞിനെ എടുത്തെറിയുക തന്നെ ചെയ്യും, അത്രയ്ക്കും രാക്ഷസിയാണ് ഇവൾ, അവളുടെ കയ്യിൽ കുഞ്ഞിനെ കൊടുക്കണ്ട മഹി എന്ന് പറഞ്ഞുകൊണ്ട് ലേഖയാണെങ്കിൽ വളരെ ദേഷ്യപ്പെടുന്നുണ്ട്. പിന്നീട് പ്രതാപനാണെങ്കിൽ ആ ഗുണ്ടകളെ കാണാനായിട്ട് അവിടെ എത്തുന്നു. അങ്ങനെ അവരാണെങ്കിൽ അഡ്വാൻസ് തിരിച്ച് ചോദിക്കാനാണ് വന്നിരിക്കുന്നതെന്ന് വിചാരിച്ചുകൊണ്ട് ആകെ ഭയന്ന് വിറച്ച് നിൽക്കുന്ന സമയത്ത് ഇനി ഭസ്മ പരിപാടികളൊന്നും വേണ്ട, അല്ലാത്ത എന്തെങ്കിലും പരിപാടി ചെയ്ത് കുഞ്ഞിനെ അപായപ്പെടുത്തുക തന്നെ ചെയ്യണമെന്നെല്ലാം ഏൽപ്പിച്ച് വിടുകയാണ് പ്രതാപൻ. പ്രതാപം പറഞ്ഞതനുസരിച്ച് ആ കുഞ്ഞിനെ നോക്കാനായിട്ട് ഒരു സ്ത്രീയെയും കൊണ്ടുവരികയാണ്, ആ സ്വാമിയെ പോലുള്ള ഒരാൾ. അങ്ങനെ അയാളാണെങ്കിൽ ആ സ്ത്രീയെ അകത്തോട്ട് വിട്ടിട്ട് ഗേറ്റിൻ്റെ അടുത്ത് നിന്നും ഒളിഞ്ഞു നോക്കിക്കൊണ്ട് നിൽക്കുകയാണ്, ഒന്നും അറിയാത്ത മട്ടിൽ. ആ സ്ത്രീയെ കാണുന്നതും മഹിയും ലേഖയും എല്ലാം ആകെ അന്തിച്ച് തന്നെ നിൽക്കുകയാണ്. അതേസമയം അങ്ങോട്ടേക്ക് വരികയാണ് ആ സ്വാമിജി. എന്നിട്ട് പറയുന്നുണ്ട്, മോളെ നോക്കാനായിട്ട് ഒരു സ്ത്രീയാണ് ഞാൻ ഇങ്ങോട്ട് അയച്ചിട്ടുണ്ട്, നിങ്ങൾക്കൊരു സഹായമാകുമെന്നെല്ലാം പറഞ്ഞുകൊണ്ട് സ്വാമിജി ആണെങ്കിൽ അവരുടെ മുന്നിൽ അഭിനയിക്കുന്നു. അത് കേട്ട് മഹിയും ലേഖയും എല്ലാം ആണെങ്കിൽ ആകെ വല്ലാതെ നിൽക്കുകയാണ്. അപ്പോഴേക്കും രേഖ പറയുന്നുണ്ട്, കുഞ്ഞിനെ നോക്കാൻ ഞങ്ങൾക്ക് ഇവിടെ ആരും വേണ്ട, ഞങ്ങൾ തന്നെ കുഞ്ഞിനെ നോക്കിക്കൊള്ളാമെന്ന് പറയുമ്പോഴേക്കും സ്വാമിജി പറയുന്നുണ്ട്, അത് വേണ്ട, കുഞ്ഞിനെ നോക്കാനായിട്ട് ഞാനൊരാളെ കൊണ്ടുവന്നിട്ടുണ്ട്, അതുകൊണ്ട് അവരെ നിർത്തണമെന്നെല്ലാം പറയുകയാണ്. വളരെ ത്രില്ലിംഗ് ആയിട്ടുള്ളൊരു എപ്പിസോഡുകളാണ് ഇനി വരാനിരിക്കുന്നത്. ഈ റിവ്യൂ ഇഷ്ടമാകുകയാണെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. പുതിയൊരു എപ്പിസോഡിനായിട്ട് നമുക്ക് കാത്തിരിക്കാം.